ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള 2 വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, അതൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക, ക്വസ്റ്റ്യൻസ് നല്ലവണ്ണം വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസ് ആകുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് വായിക്കാനുണ്ടാവും, നമുക്കൊന്ന് നമ്മുടെ മെമ്മറി ചെക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ഒരു 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞ് നോക്കാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ടിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻകം വിൽ വാരി ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ നമ്മൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനം എന്തിനെ ആശ്രയിച്ചിട്ടാണ്? നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ സോഴ്സ് അനുസരിച്ചിട്ടാണ്. ഏതൊക്കെ വഴിയിലാണ് നമുക്ക് വരുമാനം വരുന്നത്? വരുമാന മാർഗങ്ങൾ അനുസരിച്ച് നമ്മുടെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? കൂടുതൽ വരുമാനമുള്ളവർക്ക് കൂടുതൽ വരുമാന മാർഗങ്ങളുള്ളവർക്ക് കൂടുതൽ വരുമാനം കിട്ടും. ഫാമിലീസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ഇൻകം. അതായത് നമ്മുടെ ഇൻകത്തിനനുസരിച്ചിട്ടാണ് ഫാമിലീസ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചത്. അതിലൊന്ന് മിസ്സിംഗ് ആണ്. അപ്പോൾ ഫാമിലീസ് വിത്ത് എമൗണ്ട് ഓഫ് ഹൈ ഇൻകം, വളരെ ഉയർന്ന വരുമാനമുള്ളവർ, പിന്നെ ലോ ഇൻകം എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അടുത്ത എന്താണ്? മീഡിയം ഇൻകം ഉള്ളവരായിരിക്കും അടുത്തിട്ടുണ്ട് ഉണ്ടാവുക അല്ലേ? ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് മീഡിയം ഇൻകം. ശരാശരി വരുമാനക്കാർ, ഉയർന്ന വരുമാനക്കാർ, താഴ്ന്ന വരുമാനക്കാർ, ഇങ്ങനെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക: ഹൈ ഇൻകം, മീഡിയം ഇൻകം, ലോ ഇൻകം. ഇനി 2 ചോദ്യം തന്നിട്ടുണ്ട്. റൈറ്റ് എനി 2 സോഴ്സസ് ഓഫ് ഇൻകം, റൈറ്റ് 2 റീസൺ ഫോർ ഫാമിലി ഇൻകം. ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാത്രമല്ല, അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എളുപ്പമാവും. അപ്പോൾ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ്സ് വാരിയസ് ടൈപ്സ് ഓഫ് ഇൻകം ഈസ് കോൾഡ് സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് നമുക്ക് വരുമാനം കിട്ടുന്ന ലേബറോ പ്രോപ്പർട്ടിനോ ആണ് നമ്മൾ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സോഴ്സസ് ഓഫ് ഇൻകം ആയിട്ട് നമുക്ക് എന്തെല്ലാം കണക്ക് കൂട്ടാം? അഗ്രികൾച്ചർ, കൃഷി ചെയ്തിട്ട് നമുക്ക് വരുമാനം കിട്ടില്ലേ? അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് ക്രോപ്സ് ഉണ്ടാവും. ആ ക്രോപ്സ് വിറ്റാൽ എന്താകും? നമുക്ക് വരുമാനം കിട്ടും അല്ലേ? സോഴ്സസ് ഓഫ് ഇൻകത്തിൽ ഒന്ന് നമുക്ക് അഗ്രികൾച്ചർ എന്ന് പറയാം. രണ്ടാമത്തേത് എംപ്ലോയ്മെൻറ്റ്, ജോലി ചെയ്തിട്ട് നമുക്ക് സാലറി ലഭിക്കും അല്ലേ? ജോലി ചെയ്താൽ നമുക്ക് സാലറി ലഭിക്കും, അങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാകും. പിന്നെന്താണ്? ബിസിനസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും. ചിലപ്പോൾ ലോസ് ആയിരിക്കും, ചിലപ്പം പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ കൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. പിന്നെ അടുത്തത് ബാങ്ക് ഡെപ്പോസിറ്റാണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇൻട്രസ്റ്റ് ആണ് കിട്ടുക അല്ലേ? പലിശ കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ. ഇനി അടുത്തത് അസറ്റ്സ്, സ്റ്റോക്ക്. ഇതൊക്കെ നമുക്ക് വരുമാന മാർഗങ്ങളാണ്. അപ്പോൾ നമുക്ക് വരുമാന മാർഗങ്ങളിൽ 2 എണ്ണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അഗ്രികൾച്ചർ, എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ബാങ്ക് ഡെപ്പോസിറ്റ്. ഇനി നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ച വേറൊരു ടോപ്പിക്കാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റും അതർ എംപ്ലോയ്മെൻറ്റും. ഓക്കെ. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എങ്ങനെ അത് മറ്റുള്ള എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹൗ ഡസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഡിഫർ ഫ്രം അതർ എംപ്ലോയ്മെൻറ്റ്സ്? മറ്റുള്ള ജോലികളിൽ നിന്ന് ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ, അത് എങ്ങനെ വ്യത്യാസമാകുന്നു എന്നാണ് അടുത്ത ചോദ്യം. അത് നമ്മൾ ആ പാഠവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് ഹാവ് ദെയർ ഓൺ എൻ്റർപ്രൈസ്. ഇപ്പോൾ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർക്ക് അവരുടെ സ്വന്തമായ സ്ഥാപനമുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്യാരി ഔട്ട് ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ എംപ്ലോയി. അതേസമയം ഒരു എംപ്ലോയി, ഒരു ജോലിക്കാരൻ ചെയ്യുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചുമതലകളും അവർ നിറവേറ്റുന്നുണ്ട്. അങ്ങനെയാണ് സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ എന്ന് പറയുക. അപ്പം സ്വയം തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നമ്മളൊരു തുന്ന സ്ഥാപനം, സ്റ്റിച്ചിങ് ഗാർമെൻറ്റ് നമ്മൾ തുടങ്ങുകയാണ്. സ്റ്റിച്ചിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു
നമ്മൾ തന്നെ പാക്ക് ചെയ്യുന്നു, നമ്മൾ തന്നെ അളവെടുക്കുന്നു, നമ്മൾ തന്നെ തുണി വാങ്ങിക്കൊണ്ടുവരുന്നു, നമ്മൾ തന്നെ അതിനുള്ള നൂല്, ബട്ടൺസ്, അങ്ങനെയുള്ള എല്ലാ സിബ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നു. എല്ലാം ചെയ്യുന്ന എന്താണ്, ഒരു എംപ്ലോയി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആരാണ്, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. In self-employment, individual mostly manage their enterprises alone. അപ്പം ഏറെക്കുറെ മിക്കവാറും അവരുടെ എൻ്റർപ്രൈസ്, അവരുടെ സ്ഥാപനം ആരാണ് നോക്കുന്നത്, അവർ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർപ്രൈസ് ആർ സോൾ ബെനിഫിഷ്യറീസ് ഓഫ് ദ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. പിന്നെ ഇതിനുള്ള മെച്ചം എന്താണ്, അവർ ഒരു സ്ഥാപനമാണ്, അപ്പോൾ അവർക്ക് സോൾ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് അതിൻ്റെ ഗുണഭോക്താവ്. അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കാണ് ആ സെൽഫ് എംപ്ലോയി എൻ്റർപ്രണേഴ്സിനാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭം മുഴുവൻ തന്നെ എന്താണ്, അവർക്ക് തന്നെയാണ്. അപ്പോൾ അതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റും മറ്റുള്ള എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റുമായിട്ട് കുറച്ച് പ്രോജക്റ്റ് നമ്മൾ ആ ഒരു പാഠത്തിൽ പരിചയപ്പെട്ടു അല്ലേ. അപ്പോൾ അത് ആരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ എന്തായാലും ഓർമ്മിച്ച് വെക്കണം. നമ്മളിതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ബെനഫിഷ്യറീസ്, ഓരോന്നിൻ്റെയും ബെനഫിഷ്യറീസ് ഏതാണെന്ന് ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ നവജീവൻ പ്രോജക്റ്റ് എന്താണ്, സീനിയർ സിറ്റിസൺ എന്നുള്ളതാണ്. ഇപ്പോൾ സീനിയർ സിറ്റിസൺ ഉള്ള ഒരു പ്രോജക്റ്റാണ് എന്താണ്, നവജീവൻ. കൈവല്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, അംഗവൈകല്യമുള്ളവർക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റാണ് എന്ത്, കൈവല്യ. ഇനി ശരണ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കുള്ളതാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ വിക്ടിം ഓഫ് വയലൻസ്. കെസ്ട്രു എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് അൺഎംപ്ലോയിഡ് ആണ്. റൂറൽ മൈക്രോ എൻ്റർപ്രൈസ് സ്കീം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമൻ മെമ്പേഴ്സ് ഓഫ് കുടുംബശ്രീ. റൂറൽ മൈക്രോ എൻ്റർപ്രൈസ് സ്കീം ആർക്കുള്ളതാണ്, കുടുംബശ്രീയിലുള്ള സ്ത്രീ മെമ്പേഴ്സിനുള്ളതാണ്, വിമൻ മെമ്പേഴ്സിനുള്ളതാണ്, അംഗങ്ങൾക്കുള്ളതാണ്. യുവശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, എഡ്യൂക്കേറ്റ് യങ് വിമൻ യൂത്ത് ഹു ആർ മെമ്പേഴ്സ് ഓഫ് കുടുംബശ്രീ. ഇതിൽ ഈ നവ ജീവനും അതേപോലെ കൈവല്യയും ജീവനവും ശരണ്യവും ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു നമ്മുടെ ചോദ്യം എന്താണ്, നമ്മൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഏർത്തിനെ പറ്റിയിട്ടുള്ളതാണ്. അതും മസ്റ്റ് വരുന്ന ഒരു ചോദ്യമാണ്. ആ ഒരു ചാപ്റ്ററിന് നിങ്ങൾ ഏർത്തിനെ പറ്റിയിട്ടും അതേപോലെ ആ പ്ലാനറ്റിനെ പറ്റിയിട്ടും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഐഡൻറ്റിറ്റി കാർഡായിട്ട് അത് നിങ്ങൾക്ക് എഴുതാൻ വരും. ഓക്കെ, ഏർത്ത് ഈസ് ദ പ്ലാനറ്റ് വി ഇൻഹാബിറ്റ്. ഏർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ഭൂമി നമ്മൾ ജീവിക്കുന്ന സ്ഥലമാണല്ലേ, പ്ലാനറ്റാണ്. വിച്ച് പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സണ്ണിന് ചുറ്റുന്ന പ്ലാനറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. പ്രിപ്പയർ എ വേർഡ് വെബ്. അപ്പോൾ ഏർത്ത്, പിന്നെ സണ്ണാണ്, സണ്ണിന് ചുറ്റും ഏർത്ത് ഉണ്ട്, മാസ് ഉണ്ട്, മെർക്കുറി ഉണ്ട്, ജൂപ്പിറ്റർ ഉണ്ട്, പിന്നെ എന്താണ്, വീനസ് ഉണ്ട്, യുറാനസ് ഉണ്ട്, നെപ്റ്റ്യൂൺ ഉണ്ട്. അങ്ങനെ പ്ലാനറ്റ്സ് ഉണ്ട്. പിന്നെ വിച്ച് പ്ലാനറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ, സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാണ്. വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വീനസ്, ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്. അപ്പോൾ ലാർജസ്റ്റ് പ്ലാനറ്റ് ഏതാണ്, ജൂപ്പിറ്ററാണ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്, ജൂപ്പിറ്ററാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഗ്രഹമാണ് വീനസ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വരുന്ന ചോദ്യമാണ് ഇങ്ങനെ പ്ലാനറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് എഴുതാൻ വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സണ്ണിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. എന്താണ് സൺ, സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം നമ്മൾ പഠിച്ചല്ലോ, സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററാണ് ആര്, സൺ എന്ന് പറയുന്നത്. സൺ എന്ന് പറയുന്ന ഒരു സ്റ്റാറാണ്. ഓക്കെ, സൺ ഈസ് എ ബേണിംഗ് ഗ്യാസസ് ബോൾ. പിന്നെ അടുത്ത എന്ത് നമുക്ക് പറയാം, സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കത്തുന്ന ഒരു ബോൾ പോലെയാണ് അല്ലേ, കത്തുന്ന സ്വയം കത്തുന്ന ഒരു ബോളാണ്. എമിറ്റ്സ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആൻഡ് എനർജി. ഒരുപാട് വലിയ എമൗണ്ട് തന്നെ ഹീറ്റും എനർജിയും പുറന്തള്ളുന്നു. എമിറ്റ്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുക. അപ്പോൾ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. അതേപോലെ സൺ എന്ന് പറയുന്ന ഒരു സ്റ്റാറാണ് എന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് മെർക്കുറിയെ കുറിച്ച് പഠിച്ചാലോ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, ക്ലോസസ്റ്റ് ടു ദ സൺ, സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചു. അതെന്താണ്, മെർക്കുറിയാണ്. മെർക്കുറിനെ പറ്റിയിട്ട് രണ്ട്
ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞില്ലെങ്കിൽ മെർക്കുറിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എഴുതാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ 2 പോയിന്റ് എഴുതാം. ക്ലോസസ്റ്റ് ടു ദ സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, പിന്നെ നോ സാറ്റലൈറ്റ്സ്, ഉപഗ്രഹങ്ങളില്ല. ഈ 2 പ്രത്യേകതയും മെർക്കുറിയുടേതാണ്. ഇനി നമുക്ക് വീനസിനെ കുറിച്ചൊന്ന് നോക്കാം. 2 ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് എളുപ്പമുള്ള 2 ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചാൽ മതി, കൂടുതലൊന്നും പഠിക്കേണ്ട. വീനസ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റസ്റ്റ് പ്ലാനാണ്, തിളക്കമുള്ള പ്ലാനറ്റാണ്. പിന്നെ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, ചൂടുള്ള ഗ്രഹമാണ്. പിന്നെ ക്യാൻ ബി സീൻ ഇൻ ദ സ്കൈ ജസ്റ്റ് ബിഫോർ സൺറൈസ് ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ സൺസെറ്റ്. വീനസ് റൊട്ടേറ്റ്സ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ പഠിക്കാം. ഇതിൽ 2 പോയിന്റ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ മെർക്കുറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലോസസ്റ്റ് ടു ദ സണ്ണിനോട് വളരെ അടുത്ത്, വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആരാണ്? മെർക്കുറിയാണ്. പിന്നെ വീനസ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റസ്റ്റും ആണ്, ഹോട്ടസ്റ്റും ആണ്. അത്രയും ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് ഏർത്തിനെ പറ്റി പഠിച്ചാലോ. ഏർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജീവിക്കുന്ന പ്ലാനറ്റ് ആണല്ലേ. ദ ഒൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. ഭൂമിയിൽ മാത്രമേ ഉള്ളൂ ജീവൻ നിലനിൽക്കുന്നുള്ളൂ, ലൈഫുള്ളൂ. ബാക്കി ഇവിടെയൊന്നും ആരും ജീവിക്കുന്നില്ല. അപ്പം ദ ഒൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം എന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? നമ്മൾ നമ്മുടെ സ്വന്തം ഏർത്തിനെ എഴുതണം. ഓക്കെ, ദ ഒൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. പിന്നെ ഒൺലി 1 സാറ്റലൈറ്റ്, ഒരേ ഒരു സാറ്റലൈറ്റ് ഉള്ളൂ. അതിൻ്റെ പേരെന്താണ്? മൂൺ. ഒൺലി 1 സാറ്റലൈറ്റ്, അതിൻ്റെ പേരെന്താണ്? മൂൺ. പിന്നെ ബ്ലൂ പ്ലാനറ്റ് എന്നും വിളിക്കുന്നുണ്ട്. ഏർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നുണ്ട്. ജലം, കൂടുതൽ ജലമാണുള്ളത്. അപ്പോൾ ജലഗ്രഹം, ബ്ലൂ പ്ലാനറ്റ്, വാട്ടറി പ്ലാനറ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 3ാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ 2ാമത്തെ ചോദ്യൻ്റെ എക്സ്പ്ലനേഷനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി അടുത്തത് 3ാമത്തെ ചോദ്യം, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഇനേർട്ട് ആൻഡ് എക്സ്ട്രീമിയസ് ആർ ഇൻഡിജിനിയസ് പീപ്പിൾ ലിവിങ് ഇൻ ദ പോളാർ റീജിയൻസ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓഫ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ഇന്യൂട്ട്സ്. അപ്പോൾ ഇന്യൂട്ട്സും അതേപോലെ തന്നെ എസ്കിമോസും പോളാർ റീജിയനിൽ താമസക്കാരാണ്. അപ്പോൾ അവരെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ നോട്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ എസ്കിമോസ് ഹൗസ് മെയ്ഡ് ഓഫ് സ്നോ? അപ്പം സ്നോ കൊണ്ടാണല്ലോ അവർ വീടുണ്ടാക്കുന്നത്. അതിന് പറയുന്ന പേരെന്താണ്? എന്താണ്? ഇഗ്ലു ആണ്. റൈറ്റ് എനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഡെസേർട്ട് റീജിയൻ. ഈ മരുഭൂമിയിലെ 2 ക്യാരക്ടറിസ്റ്റിക് എഴുതാനാണ്. അപ്പോൾ ഈ 2 ക്യാരക്ടറിസ്റ്റിക്കും നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രഡിക്ഷനിലുള്ളതാണ്. അപ്പോൾ ഇന്യൂട്ടും എസ്കിമോസും അതേപോലെ പ്ലാനറ്റ്സിൻ്റെയും ഫീച്ചേഴ്സ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ലൈഫ് സ്റ്റൈൽ ഓഫ് ഇന്യൂട്ട്സിൻ്റെ ലൈഫ് സ്റ്റൈൽ നോക്കാം. ഹണ്ട് ആൻഡ് ഫിഷ് ഫോർ ഫുഡ്, live in glues or wooden house, wear layered clothing or warmth. ഇനി അടുത്ത നെയിം ഓഫ് ദ എസ്കിമോസ് ഹൗസ് മെയ്ഡ് ഓഫ് സ്നോ. സ്നോ കൊണ്ട് ഉണ്ടാക്കിയ അവരുടെ വീടിനെ പറയുന്ന പേരാണ് ഇഗ്ലു. എന്താണ് പറയുന്നത്? ഇഗ്ലു. ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡെസേർട്ട് റീജിയൻ. ഡെസേർട്ട് റീജിയനിലെ ക്യാരക്ടറിസ്റ്റിക് നമുക്കറിയാലോ, ഭയങ്കര ചൂടായിരിക്കും, എക്സ്ട്രീം ഹീറ്റാണ്. എന്താണ്? എക്സ്ട്രീം ഹീറ്റ്. നമുക്ക് ആദ്യത്തെ പ്രത്യേകത ആയിട്ട് പറയാം, എക്സ്ട്രീം ഹീറ്റാണ്, ഡ്രൈനെസ് ആണ്, ലിമിറ്റഡ് വെജിറ്റേഷൻ ആൻഡ് റെയിൻഫോൾ. ലിമിറ്റഡ് ആയിട്ടുള്ള വെജിറ്റേഷനാണ്. ആ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീവജാലങ്ങൾ. മരുഭൂമിയിൽ വെള്ളമില്ല, അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളും വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ റെയിൻഫോളും കുറവായിരിക്കും. കൂടുതൽ പോയിൻറ്റ്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എന്നാലും നിങ്ങൾ 2 പോയിൻറ്റ്സ് എങ്കിലും മിനിമം പഠിച്ചിരിക്കണം. ഇനി നമുക്ക് അടുത്തത് പോയിന്റ് ഉള്ളത് ആക്ടിവിറ്റി 4 ആണ്. ചീഫ് ഡ്യൂട്ടി ഓഫ് എ കോർട്ട് ഈസ് ടു എൻഷുർ ദ സുപ്രീം പവർ ഓഫ് ലോ. പ്രിപ്പയർ ഹൈറാർക്കി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർട്സ്. കോർട്സിൻ്റെ ആ ഒരു ഹൈറാർക്കി നമ്മൾ പഠിക്കണം. ആദ്യം വരുന്നത് സുപ്രീം കോർട്ടാണ്. പിന്നെന്താ വരുന്നത്? ഹൈ കോർട്ടാണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ഹൈക്കോർട്ട്. ഹൈക്കോർട്ടാണ് പിന്നെ വരുന്നത് രണ്ടാമത്തേത്. മൂന്നാമത്തേത് വരുന്നത് ഡിസ്ട്രിക്റ്റ് കോർട്ട്. എന്താണ്? ഡിസ്ട്രിക്റ്റ്, ജില്ലാ കോടതി, ഡിസ്ട്രിക്റ്റ് കോർട്ടാണ്. അതാണ്, അങ്ങനെയാണ് കോർട്ടിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. വിച്ച് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിലെ ഹയസ്റ്റ് കോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? സ്റ്റേറ്റിലെ ഹയസ്റ്റ് കോർട്ട് ഏതാണ്? ഹൈക്കോർട്ടാണ് സ്റ്റേറ്റിൽ. അതേസമയം നമ്മുടെ രാജ്യത്തിലെ
ഏറ്റവും വലിയ കോടതി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? സുപ്രീം കോർട്ട് എഴുതണം. വിച്ച് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ ദ കൺട്രി എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് ചോദിച്ചാൽ നമുക്ക് സുപ്രീം കോർട്ട് എഴുതണം. പക്ഷേ സ്റ്റേറ്റിലെ ഏറ്റവും ഹയസ്റ്റ് കോർട്ട് ഏതാണ്? ഹൈക്കോർട്ടാണ്. ഇനി വാട്ട് ആർ ദ ലോസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ഇൻ അവർ ഡെയിലി ലൈഫ്? നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അറിയാവുന്ന ലോസ്, നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തേത് ട്രാഫിക് റൂൾസ്. അത് നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ കാണുന്നതാണല്ലേ. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, അച്ഛൻ്റെ വണ്ടിയിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോയിൽ പോകുമ്പോഴോ നമ്മൾ കാണുന്നതാണ് ട്രാഫിക് റൂൾസ്. അത് നമ്മൾ ദിവസം കാണുന്നതാണ്. അതേപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇതും നമുക്ക് നമ്മൾ നിലവിലിപ്പോൾ ആ ഒരു നിയമത്തിലാണ്. കാരണം 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും അതേപോലെ തന്നെ സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അതേപോലെ ചൈൽഡ് റൈറ്റ്സ് ആക്ട് ഉണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഒരുപാട് ആക്ട് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും 2 ആക്റ്റെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. മെനി അൺസയൻറ്റിഫിക് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസ് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മുടെ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാലാവസ്ഥ അല്ലേ. ഇപ്പോൾ മാർച്ച് മാസമായി ഭയങ്കര ചൂടാണല്ലേ, എക്സ്ട്രീം ചൂടാണ് ഇപ്പോൾ ഉള്ളത്. റൈറ്റ് എനി 2 സച്ച് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇതിനൊക്കെ കാരണം എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ കാരണം എന്താണ്? മനുഷ്യൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള പ്രവൃത്തികളാണ്, ഹ്യൂമൻ ആക്ടിവിറ്റീസാണ്. അപ്പോൾ അതെന്താണ്? അത് എഴുതാനാണ്, ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. ഇനി അടുത്ത റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോജക്റ്റ് ദാറ്റ് കേരള government has implemented to control road accident ആണ്. അതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിത് പഠിച്ചു. We have to follow certain rules and guidelines for smooth functioning of the school. What are they? ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മൾ പാലിക്കേണ്ട എന്തെങ്കിലും 2 റൂൾസ് എഴുതാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് എഴുതും? ഫോളോ ദ ടൈം ഷെഡ്യൂൾ. നമ്മൾ സമയം പാലിക്കണ്ടേ? നമ്മൾ കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ പറഞ്ഞ സമയത്ത് ഫസ്റ്റ് ബെല്ലിൽ തന്നെ നമ്മൾ എത്തണം. വിയർ ദ സ്കൂൾ യൂണിഫോം. നമ്മൾ അങ്ങനെ ഇങ്ങനെ നടന്നാൽ മതിയോ? നമ്മൾ കറക്റ്റ് യൂണിഫോം ആയിരിക്കണം അല്ലേ. വിയർ ദ സ്കൂൾ യൂണിഫോം. അതൊക്കെ നമ്മുടെ റൂൾസാണ്. മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ക്ലാസ്സിൽ ഒച്ചയും ബഹളം ഇട്ടാൽ ശരിയാവോ? ഇല്ല. നമ്മുടെ ഡിസിപ്ലിൻ അച്ചടക്കത്തോടു കൂടി ക്ലാസ്സിലിരിക്കണം. ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ ടീച്ചേഴ്സ് റിഗാർഡിങ് സ്റ്റഡി. ടീച്ചർ പറഞ്ഞതൊക്കെ അനുസരിച്ച് നമ്മൾ പഠിക്കണം. ഇത്രയൊക്കെ നമ്മുടെ ക്ലാസ് റൂമിലുള്ള നമ്മുടെ കാര്യങ്ങളാണ്. അപ്പം ചോദിച്ചാൽ നിങ്ങൾ എഴുതുക. ഇനി അടുത്ത വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോയിങ് റോഡ് സേഫ്റ്റി ലോസ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അതേപോലെ റോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ സൈൻ ബോർഡ് പഠിച്ചിട്ടുണ്ടല്ലോ, അതും നിങ്ങൾ പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോയിങ് റോഡ് സേഫ്റ്റി ലോസ്? എന്താണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റോഡ് സേഫ്റ്റി ലോസ് ആർ ദ വൺസ് ഫോർമുലേറ്റഡ് ടു മേക്ക് റോഡ് ട്രാഫിക് സ്മൂത്ത് ആൻഡ് ആക്സിഡൻറ്റ് ഫ്രീ. എന്തിനാണ് ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുക്കുന്നത്? എന്തിനാണ്? മേക്ക് റോഡ് ട്രാഫിക് സ്മൂത്ത്. എന്തിനാണ്? സ്മൂത്ത് ആൻഡ് ആക്സിഡൻറ്റ് ഫ്രീ. ആക്സിഡൻ്റ് ഒന്നുമില്ലാതെ സ്മൂത്തായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ട്രാഫിക് നിയമങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇനി പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാൽനട യാത്രക്കാർ. ആസ് വെൽ ആസ് മോട്ടോറിസ്റ്റ് ആർ ഒബ്ലൈഡ് ടു ഫോളോ ദീസ് ലോസ്. ഇതൊക്കെ എല്ലാവരും പാലിക്കണം. ബൈ ഒബെയിങ് ട്രാഫിക് റൂൾസ് വൺ ക്യാൻ എൻഷുർ വൺസ് ഓൺ സേഫ്റ്റി ആൻഡ് സേഫ്റ്റി ഓഫ് അതേഴ്സ്. നമ്മൾ ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യുന്നതിനെ കൊണ്ട്, ഒബേ ചെയ്യുന്ന പറഞ്ഞാൽ അനുസരിക്കുക. ബൈ ഒബേയിങ് ട്രാഫിക് റൂൾസ് നമുക്ക് എന്താ മെച്ചം? വൺ ക്യാൻ എൻഷുർ വൺസ് ഓൺ സേഫ്റ്റി. സ്വന്തം സുരക്ഷ നമുക്ക് കാത്തു സൂക്ഷിക്കാം. അതോടൊപ്പം തന്നെ ദ സേഫ്റ്റി ഓഫ് അതേഴ്സ്. മറ്റുള്ളവരും നമ്മൾ കാരണം സുരക്ഷ. നമ്മളിപ്പം അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ നമ്മുടെ സുരക്ഷയും പോയി, ഒപ്പം തന്നെ ആ ആക്സിഡൻറ്റ് പറ്റിയ മറുഭാഗത്തുള്ള ആൾക്കും ഇഞ്ചുറി പറ്റി. അപ്പോൾ 2 പേർക്കും നമ്മളൊരു ആൾ കാരണം നമുക്കും അപകടം പറ്റും, മറ്റൊരാൾക്കും പറ്റും. അപ്പോൾ എന്തിനാണ് ട്രാഫിക് റൂൾസ് എന്ന് പറഞ്ഞാൽ, വൺ ക്യാൻ എൻഷുർ വൺസ് ഓൺ സേഫ്റ്റി. സ്വന്തം സുരക്ഷയോടൊപ്പം തന്നെ ദ സേഫ്റ്റി ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സുരക്ഷയും കണക്കിലാക്കിയിട്ടാണ് നമുക്ക് ഈ റോഡ് സേഫ്റ്റി ലോസൊക്കെ ഉള്ളത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ,
നമ്മുടെ കോർട്ടിൻ്റെ ആ ഒരു ഹൈറാർക്കി ഇങ്ങനെ വരുന്നത്. സുപ്രീം കോർട്ടാണ് ഏറ്റവും വലിയ കോടതി. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ കോടതി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയാണ്. പിന്നെ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിൽ വരും, നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ ഹൈക്കോടതിയാണ്. പിന്നെ ഡിസ്ട്രിക്ട് കോടതി, പിന്നെ സെഷൻ കോർട്ട്, ഇങ്ങനെ 4 ഇതിന് ചിലപ്പോൾ സ്റ്റാൻസ് ഉണ്ട്. പിന്നെ ഹൈക്കോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും വൺ വേർഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഹൈക്കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ദ ലോ ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിലെ വലിയ കോടതിയാണ് ഹൈക്കോർട്ട്. അതിൻ്റെ ലൊക്കേറ്റ് ചെയ്ത എറണാകുളമാണ്. സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ഹയസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹയസ്റ്റ് കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അതെവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി മെനി അൺസയൻറ്റിഫിക് ഹ്യൂമൻ കോസ് ക്ലൈമറ്റ് റൈറ്റ് ടു സച്ച് ഹ്യൂമൻ. നമുക്ക് എന്തൊക്കെ എഴുതാം? ഡീഫോറസ്റ്റേഷൻ എഴുതാം. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വനനശീകരണം. ഡീഫോറസ്റ്റേഷൻ എഴുതാം. മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീഫോറസ്റ്റേഷൻ എഴുതാം. ഡീഫോറസ്റ്റേഷൻ എഴുതാം. അതേപോലെ തന്നെ ലെവലിംഗ് ഓഫ് ഹിൽസ്, അല്ലേ? ലെവലിംഗ് ഓഫ് ഹിൽസ്, കുന്നിടിക്കുക, ഇതൊക്കെ മനുഷ്യൻ്റെ അൺസയൻറ്റിഫിക് ആക്ഷൻസ് ആണ്. അപ്പോൾ എന്തൊക്കെ എഴുതാം? ലെവലിംഗ് ഓഫ് ഹിൽസ്, അതേപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ എഴുതാം. റൈറ്റ് ടു എൻവയോൺമെൻറ്റ് കൺസർവേഷൻ ആൻഡ് ദാറ്റ് യു ക്യാൻ ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതും നമ്മൾ നേരത്തെ വീട്ടിൽ ചെയ്താണ്, ഒന്നുകൂടി നമുക്ക് പറയാം. ഇനി ഇവിടെ നമുക്ക് പാർട്ട് എയും പാർട്ട് ബിയും യോജിപ്പിക്കാനാണ്. ജിയോയിഡ്, റെവല്യൂഷൻ, അറ്റ്മോസ്ഫിയർ, വീനസ്. ജിയോയിഡ് എന്ന് പറഞ്ഞാൽ സീസൺസ് ഒക്കെ ദ ഷേപ്പ് ഓഫ് ദ എർത്ത്, ലാർജസ്റ്റ് പ്ലാന്റ്, ബ്ലാങ്കറ്റ് ഓഫ് എയർ കവർ ചെയ്യുന്നത്. അപ്പോൾ ജിയോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ആണ്. എർത്തിൻ്റെ ഷേപ്പിനെയാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. റെവല്യൂഷൻ കാരണമാണ് സീസൺസ് ഒക്കെ അറിയുന്നത്. റെവല്യൂഷൻ റൊട്ടേഷൻ പഠിച്ചു. റൊട്ടേഷൻ കാരണം എന്താണ്? ഡേ ആൻഡ് നൈറ്റ് വരുന്നു. റെവല്യൂഷൻ കാരണം എന്താണ്? സീസൺസ് മാറി വരുന്നു. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിങ് ദ എർത്ത്. എർത്തിനെ മൂടിയിരിക്കുന്ന ആ ഒരു പുതപ്പിനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. വീനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജസ്റ്റ് പ്ലാനറ്റ്. അത് തെറ്റാണ്. വീനസ് ലാർജസ്റ്റ് പ്ലാനറ്റ് അല്ല. ലാർജസ്റ്റ് പ്ലാനറ്റ് ആരാണ്? ജൂപ്പിറ്ററാണ്. ഓക്കെ. അപ്പം ജിയോയിഡ് ദ ഷേപ്പ് ഓഫ് എർത്ത്, സീസൺസ് ഒക്കെ, റെവല്യൂഷൻ, അറ്റ്മോസ്ഫിയർ എന്ന ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിങ് എർത്ത്. ലാർജസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? ജൂപ്പിറ്ററാണ്. വീനസ് അല്ല. വീനസ് ഇവിടെ കറക്റ്റ് അല്ല, കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹൂ വാസ് ദ അസ്ട്രോണമർ സെറ്റ് ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സൺ ഒരു സെൻറ്റർ ഓഫ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞത് ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ്. ആരാണ് പറഞ്ഞത്? കോപ്പർനിക്കസ്. അപ്പം നമ്മൾ നേരത്തെ വിട്ടുപോയ 2 ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡീഫോറസ്റ്റേഷനോ കാണുന്ന, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. 2 ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസിങ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമായിട്ടുള്ള മനുഷ്യൻ്റെ 2 ആക്ടിവിറ്റീസ്. ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, അതായത് ഫോസിൽ ഫ്യൂവലുകളൊക്കെ കത്തിക്കുക. കോൾ, ഓയിൽ, ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്ത ഡീഫോറസ്റ്റേഷൻ ആൻഡ് ലാൻഡ് യൂസ് ചേഞ്ചസ്, അതായത് കട്ടിങ് ഡൗൺ ട്രീസ് ഫോർ അഗ്രികൾച്ചർ ഓർ അർബനൈസേഷൻ. പിന്നെ അതേപോലെ പ്രൊജക്റ്റ് ബൈ കേരള ഗവൺമെൻറ് ടു കൺട്രോൾ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? ഹരിത കേരളം എന്നാണ്. ഇനി അടുത്തത് 2 എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ആക്ടിവിറ്റി. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക? കൺസർവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്ലാന്റിങ് ട്രീസ് ആൻഡ് സപ്പോർട്ടിങ് റിഫോറസ്റ്റേഷൻ എഫേർട്ട്. നമ്മൾ ട്രീസ് പ്ലാന്റ് ചെയ്യുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. പിന്നെ റെഡ്യൂസിങ്, റീയൂസിങ്, റീസൈക്ലിങ്, വേസ്റ്റ് മാനേജ്. വേസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റീയൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ഇത് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഓൺലൈൻ ക്ലാസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ 5ാം ക്ലാസ് പഠിക്കുന്ന ബെസ്റ്റിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും നമുക്ക് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് ഇവിടെ സ്ലൈഡ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എക്സാം കഴിഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൻ്റെ ആൻസർ കീയും അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്.